Good morning, all. പ്രപഞ്ച സൃഷ്ടാവിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ശാന്തിയും സമാധാനവും നിറഞ്ഞ നല്ലൊരു ദിവസം തുടങ്ങട്ടെ. നല്ല വാക്കും നല്ല പ്രവൃത്തിയും നമ്മുടെ ദിവസത്തെ നയിക്കട്ടെ. സ്നേഹവും കരുണയും കൊണ്ട് ഇന്നത്തെ ദിവസം മനോഹരമാകട്ടെ. ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കാൻ നമ്മോടൊപ്പം ജോയിൻ ചെയ്തിട്ടുള്ളത് സജ്ന മാം ആണ്. സജ്ന അലി മാം ആണ്. മാം സ്റ്റുഡന്റ് ആൻഡ് പാരന്റ് എംപവർമെന്റ് കോച്ചാണ്. മാമിനെ വളരെ സ്നേഹത്തോടു കൂടി സന്തോഷത്തോടു കൂടി ഈ ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്യാണ്. ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവരെയും സ്നേഹത്തോടു കൂടി ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു സജ്ന മാം. ഗുഡ് മോർണിംഗ് ആൾ. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഗുഡ് മോർണിംഗ്. അതെ, ഒറ്റ മിനിറ്റ്, മോളൊന്ന് എണീറ്റിട്ടുണ്ട്, അവളെ എടുക്കട്ടെ. സോറി കേട്ടോ, മോളെ എണീറ്റ് വന്നതുകൊണ്ടാണ്. എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിൽ ദൈവത്തിനോടും വിമ്പിൾ അക്കാദമിയോടും ഞാൻ നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് കിടക്കാം. ഞാൻ ഒരു ഇത് ഷെയർ ചെയ്യാം, നിങ്ങളത് കണ്ടിട്ടുണ്ടോ നോക്കണം. സജ്ന മാമിനെ ഒന്ന് ഹോസ്റ്റ് ആക്കുമോ? ഷെയർ ചെയ്തോളൂ. കാണുന്നുണ്ടല്ലോ അല്ലേ? കാണുന്നുണ്ട് മാം. ഓക്കെ, ഈ ലോഗോകളൊക്കെ ഓർമ്മയുണ്ടോ? ഇപ്പൊ നമ്മൾ ഇത് കാണാറുണ്ടോ? ഓർമ്മയുണ്ട്, പക്ഷെ ഇപ്പൊ കാണാറില്ല. അങ്ങനെ കാണാറില്ല. അപ്പൊ അതെന്തുകൊണ്ടാണ്? നമ്മള് അതിന് കാലത്തിനനുസരിച്ച് മാറാത്തത് കൊണ്ടല്ല. ഒരു കാലത്ത് ലോകത്തിലെ മികച്ച ബ്രാൻഡുകളായിരുന്ന, മികച്ച ടെക്നോളജികൾ കയ്യിലുണ്ടായിരുന്ന കുറെ കമ്പനികളാണിത് അല്ലേ? ഇങ്ങനെ ഒരുപാട് കമ്പനികൾ ഉണ്ടായിരുന്നു. പക്ഷെ ആ ഒരു കാലത്തിനനുസരിച്ച് മാറ്റം വരുത്താതിന് അങ്ങനെ ഫീൽഡ് ഔട്ടായി പോയി. ഇപ്പൊ നമ്മൾ ഇന്നത്തെ ടോപ്പിക്കും അത് തന്നെയാണ്, കാലത്തിനനുസരിച്ച് മാറുക എന്ന അഡാപ്റ്റബിലിറ്റി കോഷ്യന്റ് അഥവാ AQ. അപ്പൊ ഇതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. എന്താണ് അഡാപ്റ്റബിലിറ്റി കോഷ്യന്റ്? നമ്മൾ പറഞ്ഞതുപോലെ നമ്മൾ നിൽക്കുന്ന സാഹചര്യത്തിനനുസരിച്ച്, അല്ലെങ്കിൽ നമ്മൾ കാലത്തിന് മാറ്റം ഉണ്ടാവുന്നതിനനുസരിച്ച് നമ്മുടെ സ്വയം ചിന്തകളും പെരുമാറ്റങ്ങളും വികാരങ്ങളും എല്ലാം ആ സാഹചര്യത്തിനനുസരിച്ച് ക്രമീകരിക്കാനുള്ള കഴിവ്, അതാണ് AQ അഥവാ അഡാപ്റ്റബിലിറ്റി കോഷ്യന്റ്. കുറച്ച് കാലം മുൻപ് വരെ നമ്മളൊക്കെ കേട്ടുകൊണ്ടിരുന്നത് എന്തായിരുന്നു? IQ വേണം, IQ ഉള്ളവർക്കാണ് എവിടെയും മുൻഗണന. അതുപോലെ തന്നെയാണ് EQയും IQയും ഉള്ളവർ എവിടെ പോയാലും വിജയിച്ചിട്ടേ വരൂ എന്നൊക്കെയായിരുന്നു നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ കുറച്ച് കാലമായിട്ടുള്ളൂ അതിൻ്റെലേറെ മുകളിൽ, അതിനേക്കാൾ ഏറെ നമുക്ക് വേണ്ടത് AQ ആണ് എന്നത് അല്ലേ? അപ്പോൾ ചില സമയത്ത് IQവിനേക്കാളും EQവിനേക്കാളും കൂടുതൽ വേണ്ടത് AQ ആണ് എന്ന് തന്നെ പറയാം. അപ്പോൾ എന്താണ് ഈ AQവിൻ്റെ പ്രധാന ഘടകങ്ങൾ എന്ന് നമുക്ക് നോക്കാം. മെന്റൽ ഫ്ലെക്സിബിലിറ്റി, പുതിയ കാഴ്ചപ്പാടുകൾ സ്വീകരിക്കാനുള്ള മനസ്സ്, അതാണ് നമുക്ക് ആദ്യം വേണ്ടത്. ഞാൻ ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ ഞാൻ ഇതുവരെ ശീലിച്ചു പോന്നിരുന്ന കാര്യങ്ങൾ തുടർന്നാൽ ഇന്നത്തെ സമൂഹത്തിൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ ഞാൻ കൊണ്ടുപോകുന്ന സംരംഭം എന്ത് തന്നെ ആയാലും അതിന് പിടിച്ചു നിൽക്കാൻ ആ കാലത്തിനനുസരിച്ചുള്ള പുതിയ മാറ്റങ്ങൾ ഞാൻ കൊണ്ടുവരണം, ഞാൻ പഠിക്കണം എന്നുള്ള, അതിനനുസരിച്ച് മാറാനും പ്രവർത്തിക്കാനുള്ള മനസ്സാണ് നമുക്ക് ആദ്യം വേണ്ടത്. അതുപോലെ ലേണിംഗ് എബിലിറ്റി, പുതിയ അറിവും നൈപുണ്യങ്ങളും വേഗത്തിൽ സ്വായത്തമാക്കാനും അത്
നമുക്കത് അറിയാം. സ്വായത്തമാക്കുക, അതായത് സ്വന്തമാക്കുക. അതിനോടൊപ്പം നമ്മൾ കാലം ഫാസ്റ്റാണ്. അപ്പൊ അത് പിന്നേക്ക് വെക്കാം, അത് പിന്നെ പഠിക്കാം എന്നുള്ള ഒരു ഇത് മാറ്റി അതിനോടൊപ്പം തന്നെ ഓടുക. അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും അത് നേടാൻ കഴിയില്ല. അപ്പൊ എന്ത് തന്നെ സ്കില്ലായാലും അത് പെട്ടെന്ന് പഠിച്ചെടുക്കുക. പിന്നേക്ക് വെച്ചാൽ ഒരിക്കലും അത് നേടാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കുക. പിന്നെ വേണ്ടത് റെസിലിയൻസ്. നമ്മളൊരു കാര്യം പുതിയതിന് ഇറങ്ങുമ്പോഴും പല പ്രതിസന്ധികളും ഉണ്ടാകും. അതിനെയൊക്കെ തരണം ചെയ്യാനുള്ള, അതിജീവിക്കാനുള്ള കഴിവ് നമുക്ക് വേണം. പുതിയ ഒരു അപ്പോൾ പല പുതിയ കാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോൾ ചിലതൊക്കെ കണ്ടില്ല എന്നും കേട്ടില്ല എന്നും നടിക്കാനും, അത് എന്ത് തന്നെ പ്രതിസന്ധി ആയാലും അത് മറികടക്കാനുള്ള ഒരു കഴിവ് നമുക്ക് തീർച്ചയായിട്ടും വേണം. പിന്നെ വേണ്ടത് എന്താണ്? ഓപ്പൺസ് ടു ചേഞ്ച്. പുതിയ ആശയങ്ങളും അനുഭവങ്ങളും സ്വാഗതം ചെയ്യുക. ചിലപ്പോൾ നമ്മൾ അതുവരെ ശീലിച്ചു പോന്നിരുന്ന, അല്ലെങ്കിൽ നമ്മൾ കൊണ്ടിരുന്ന ഇതിന് വളരെ വിപരീതമായിട്ടായിരിക്കും പുതിയ കാലത്തിനനുസരിച്ച് വരുന്ന സംഭവങ്ങൾ. അപ്പോൾ എൻ്റെ തത്വങ്ങൾ ഇന്നതാണ്, ഇതിൽ നിന്ന് ഒരിക്കലും ഞാൻ മാറില്ല എന്നുള്ളതൊക്കെ മാറ്റി വെച്ച് പുതിയ ആശയങ്ങളും അനുഭവങ്ങളെയൊക്കെ നമ്മൾ സ്വാഗതം ചെയ്യുക. പിന്നെ വേണ്ടത് പ്രോബ്ലം സോൾവിങ് അണ്ടർ അൺസർട്ടനിറ്റിയാണ്. അനിശ്ചിത സാഹചര്യങ്ങളിൽ തീരുമാനം എടുക്കുക. ഒരു കാര്യത്തിനെ പറ്റി പൂർണ്ണ വിവരങ്ങൾ ഇല്ലെങ്കിലും അതിനനുസരിച്ചിട്ട് നല്ല തീരുമാനങ്ങൾ എടുക്കുക. അപ്പൊ ഇതൊക്കെ എന്താണ്? എക്യുവിന്റെ പ്രധാന ഘടകങ്ങളാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇനി എന്താണ് എന്തുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ബുദ്ധിശക്തിയും യുക്തിചിന്തയും അതുപോലെ ഒരു പ്രശ്നത്തെ പരിഹരിക്കാനുള്ള കഴിവും ഒരു കാര്യം കേട്ടാൽ അതിനെ പെട്ടെന്ന് പഠിച്ചെടുക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ഐക്യു കഴിവുകളുള്ള അതിനേക്കാളും, അല്ലെങ്കിൽ അതുപോലെ തന്നെ മറ്റു മനുഷ്യരെ വികാരങ്ങളും മറ്റു മനുഷ്യരെ മനസ്സിലാക്കുകയും അവരോട് നല്ല ബന്ധം പുലർത്തുകയും ചെയ്യുന്ന ഇക്യുവിനേക്കാളും ഒക്കെ ഈ കാലത്ത് അത്യാവശ്യം എക്യു വേണമെന്ന് പറഞ്ഞല്ലോ. അപ്പൊ എന്തുകൊണ്ടാണ് ഈ എക്യുവിന് ഇന്നത്തെ കാലം ഇത്ര പ്രാധാന്യം നൽകുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. എക്യു ഉള്ളവർക്ക് പുതിയ ടെക്നോളജിയോടും ജോലി സാഹചര്യങ്ങളോടൊക്കെ എളുപ്പത്തിൽ പൊരുത്തപ്പെടാൻ കഴിയും. അപ്പൊ ഇതുകൊണ്ടാണ് ഇതൊരു കാരണമാണ് എക്യു എന്തിനും എല്ലാവർക്കും വേണമെന്ന് പറയുന്നത്. അതുപോലെ ഇക്കൂട്ടർക്ക് എക്യു ഉള്ളവർക്ക് ഏത് സമ്മർദ്ദവും ഏത് അനിശ്ചിതത്വവും അവർക്കത് കൂടുതൽ ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കും. എവിടെ തന്നെ ഇപ്പൊ നാടുകടയിൽ കൊണ്ടിട്ടാലും അവൻ അവിടുന്ന് രക്ഷപ്പെട്ടു വരും എന്നൊക്കെ പറയില്ലേ. അപ്പോൾ അതുപോലെ ഏത് സാഹചര്യത്തിലായാലും അവർക്ക് അവിടെ പിടിച്ചു നിൽക്കാനുള്ള ഒരു കഴിവുണ്ടാവും എക്യു ഉള്ളവർക്ക്. ഇവർ തുടർച്ചയായി പഠിച്ചുകൊണ്ടിരിക്കുകയാകും. അവരുടെ ഈ പഠനം ഏത് കാലത്തിനനുസരിച്ച് മാറാനുള്ള ഒരു കഴിവ് അവർക്ക് ഉണ്ടാകും. അതുപോലെ തന്നെ ഉള്ളതാണ്, എന്ത് തന്നെ മാറ്റം ഉണ്ടായാലും അത് താൻ കൊണ്ടു നടക്കുന്ന സംരംഭം എന്ത് തന്നെ ആയാലും അല്ലെങ്കിൽ തൻ്റെ ലൈഫിൽ തന്നെ ഉണ്ടാകുന്ന കാര്യങ്ങളെല്ലാം വിജയകരമായി അവർക്ക് മുന്നോട്ട് നയിക്കാൻ പറ്റും. അപ്പോൾ ഈ എക്യുള്ള ആളുകൾ അവർക്ക് ഏത് പ്രതിസന്ധിയും തരണം ചെയ്യാൻ പറ്റുമെന്ന് ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ അത് എന്താണ്, ഈ ഐക്യവും ഇക്യവും ഉള്ളവർക്ക്, അത് മാത്രമുള്ളവര് ചെയ്യുന്നതിലേറെ എവിടെയാണെങ്കിലും പിടിച്ചു നിൽക്കാൻ ഈ എക്യു ഉള്ളവർക്ക് സാധിക്കുമെന്നാണ് പറയുന്നത്. അപ്പൊ നമുക്കൊക്കെ ഈ എക്യു ഉണ്ടോ അല്ലെങ്കിൽ ഇല്ലെങ്കിൽ നമ്മൾ അത് എങ്ങനെ മെച്ചപ്പെടുത്താൻ, കുറച്ചാണെങ്കിൽ അത് കൂട്ടാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം, എക്യു കൂട്ടാൻ പറ്റുന്നതാണോ, നമുക്കൊന്ന് നോക്കാം. എക്യു നമുക്ക് എങ്ങനെ മെച്ചപ്പെടുത്താൻ പറ്റുമെന്ന്. തീർച്ചയായും എക്യു നമുക്ക് കൂട്ടിക്കൊണ്ടുവരാൻ പറ്റും. നമുക്ക് നമ്മുടെ ലൈഫിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് തീർച്ചയായും എക്യു കൂടുതൽ കൂട്ടാൻ പറ്റും. അപ്പൊ എന്തൊക്കെയാണ് അത് എന്ന് നോക്കാം. എന്ത് തന്നെയാണെങ്കിലും നമ്മൾ റിസ്ക് എടുക്കാൻ തയ്യാറാവുക എന്നതാണ് ആദ്യം വേണ്ടത്. നമ്മുടെ ഒരു കംഫർട്ട് സോൺ ഉണ്ടാവും. ആ കംഫർട്ട് സോണിന് പുറത്ത് നമ്മൾ കടക്കുക, അത് റിസ്ക് എടുക്കുക, പുതിയ അനുഭവങ്ങൾ തേടുക. അതുപോലെ ഗ്രോത്ത് മൈൻഡ് സെറ്റ് വളർത്തുക.
പുതിയ എന്ത് കാര്യം നെക്സ്റ്റ് പറയുന്നത് എന്ത് തന്നെയായാലും പുതിയതാണെങ്കിൽ പുതിയ കാര്യമാണെങ്കിൽ ഒരിക്കലും അതെനിക്ക് അറിയാം, അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമൊന്നും എനിക്കില്ല, എനിക്കതൊന്നും പഠിക്കണ്ട, എനിക്ക് ഈ നിലയിൽ തന്നെ മുന്നോട്ട് പോയാലേ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. ആ ഒരു ധാരണ മാറ്റി പുതിയ പുതിയ അറിവുകളും പുതിയ സ്കിൽസും ഒക്കെ നമ്മൾ പഠിച്ചെടുക്കുക. ഇപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ രണ്ട് ഫ്രണ്ട്സ് രണ്ട് ഷോപ്പ് തുടങ്ങി. ഒരു നല്ല ഉറ്റ സുഹൃത്തുക്കളാണ്, ഒരേപോലുള്ള ഷോപ്പ് രണ്ടുപേരും ഒരു ടൗണിൽ തുടങ്ങി എന്ന് നമ്മൾ വിചാരിക്കുക. അപ്പൊ ഒരാൾ പറഞ്ഞു എനിക്ക് നല്ല സ്കില്ലുണ്ട്. ഷോപ്പ് മീൻസ് അപ്പൊ അത് എന്തെന്നെ ആയാലും ഇപ്പൊ നമ്മളൊരു എക്സാമ്പിൾ ഒരു ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് അങ്ങനെ എന്തെങ്കിലും ആണെന്ന് വിചാരിക്കുക. അപ്പൊ രണ്ടുപേരും രണ്ട് വർക്ക്ഷോപ്പ് തുടങ്ങി. ഒരാൾ പറഞ്ഞു എനിക്ക് നല്ല സ്കില്ലുണ്ട്, ഇത് മതി, ഞാൻ പഠിച്ച ഈ ഒരു അറിവ് മതി, ഇതുകൊണ്ട് തന്നെ എൻ്റെ അടുത്ത് വാഹനങ്ങൾ വരും, ഞാൻ പഠിച്ച ടെക്നോളജി വെച്ച് തന്നെ എനിക്കിതിൽ പിടിച്ചു നിൽക്കാൻ കഴിയും എന്ന് പറഞ്ഞാൽ അയാൾ പുതിയ മാറ്റങ്ങൾ ഒരു ജിപേ പോലും വന്നപ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, എനിക്ക് നേരിട്ട് കാശ് തന്നാൽ മതി, ആ ഒരു നിലയിൽ ഒരാൾ നിന്നോ, മറ്റേ ആൾ അതിനു വേണ്ടിയിട്ട് പുതിയ പുതിയ ടെക്നോളജി അദ്ദേഹത്തിന്റെ വർക്ക്ഷോപ്പിൽ കൊണ്ടുവരികയും ചെയ്ത്. ഇപ്പോഴത്തെ അറിയാലോ, ഇപ്പോഴത്തെ വാഹനങ്ങളൊക്കെ സെൻസർ ഇതൊക്കെ ഉള്ളതാണ്, കമ്പ്യൂട്ടർ ചെക്കിംഗ് ആണ്. അതുപോലെ അധിക പേരും ക്യാഷ് കൊടുക്കുന്നത് നമ്മൾ ലിക്വിഡ് മണി ആവില്ല, ഒക്കെ അധികം ജിപേ ആവും. അപ്പൊ ഈ മാറ്റങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ ഷോപ്പിൽ കൊണ്ടുവരികയും ചെയ്തു. അപ്പൊ എന്താണ് ഓട്ടോമാറ്റിക് ആയിട്ട് ഉണ്ടാവുക, വരുന്ന ആളുകളൊക്കെ ഒരു വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നതിന് മുന്നേ ജിപേ ഉണ്ടോ എന്നായിരിക്കും ചിലപ്പോൾ ചോദിക്കുക. അപ്പൊ നമ്മളാണെങ്കിൽ തന്നെ നമ്മളുടെ കയ്യിൽ ചിലപ്പോൾ ലിക്വിഡ് മണി ഉണ്ടാവില്ല, നമ്മളൊരു ഷോപ്പിൽ ചെന്നാൽ ഫസ്റ്റ് ചോദിക്കുന്ന കാര്യം അതായിരിക്കും അല്ലേ. അപ്പൊ അതവിടെ ഇല്ല എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ്, തൊട്ടപ്പുറത്ത് അതിൻ്റെ ഉള്ളൊരു ഷോപ്പിലേക്ക് മാറും. അപ്പൊ എന്താണ്, നമ്മളെ പഠിച്ച സ്കില്ലും എനിക്ക് ഇത് മതി എന്ന് പറഞ്ഞിരിക്കുന്നവരവിടെ ഫീൽഡ് ഔട്ടായി പോവുകയാണ് ചെയ്യുന്നത്. കാലത്തിനനുസരിച്ച് മാറിയില്ലെങ്കിൽ ഒരിക്കലും അവർക്ക് അവിടെ മുന്നേറാൻ കഴിയില്ല. അപ്പൊ ഇതാ പറഞ്ഞേ, AQ കൂട്ടിക്കൊണ്ടുവരാൻ നമ്മൾ എന്ത് തന്നെ ആണെങ്കിലും കാലത്തിനനുസരിച്ച് മാറാനുള്ള ഒരു റിസ്ക് എടുക്കുക. പിന്നെ വേണ്ടത് എന്താണ്, പുതിയ ഒരു കാര്യം അറിയാനും പഠിക്കാനും ഇറങ്ങുമ്പോൾ നമുക്ക് തോൽവികൾ ഉണ്ടാകും അല്ലെ. അപ്പൊ അത് മനസ്സിലാക്കി പരാജയം വരും, എനിക്കിതിൽ നിന്ന് പഠിക്കാം, പരാജയപ്പെട്ടാലും എനിക്കിതിൽ നിന്ന് പാഠം പഠിക്കാനുണ്ടാകും, ആ ഒരു ചിന്തയിൽ തന്നെ ഇറങ്ങുക. ഒരിക്കലും ഞാൻ വിജയിക്കും എന്നുള്ള ഒരു മനോഭാവം മാറ്റി വെച്ച് ചിലപ്പോൾ ഇത് തോൽവിയിലേക്കായിരിക്കും, പക്ഷെ എനിക്കിതിൽ നിന്ന് എന്തെങ്കിലും പഠിക്കാം, തോൽക്കും എന്ന് ഉറപ്പിച്ചുകൊണ്ടല്ല, പക്ഷെ ഒരിക്കലും ഞാൻ ഇതിൽ വിജയിക്കും എന്നുള്ള ഒരു മനോഭാവം മാറ്റിങ്ങാണ്ട് എന്ത് റിസ്ക് എടുത്ത് എന്താണെങ്കിലും പഠിക്കാൻ ഇറങ്ങുക. അതുപോലെ എന്ത് കാര്യമായാലും കേട്ടപടി ഇറങ്ങാതെ അതിനെപ്പറ്റി ചിന്തിച്ച് സാവധാന തീരുമാനങ്ങൾ എടുക്കുക. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്തെ മാറ്റങ്ങളോട് പൊരുത്തപ്പെടാനുള്ള കഴിവാണ് നമ്മുടെ വിജയത്തിന്റെ രഹസ്യം എന്നാണ്. ഒരിക്കലും നമുക്ക് മാറ്റങ്ങളെ തടയാൻ സാധിക്കില്ല, ഇല്ലല്ലോ. ലോകത്ത് വരുന്ന കാര്യങ്ങൾ ഒരിക്കലും നമുക്ക് ഇങ്ങനെയല്ല, ഞാൻ കരുതിയതുപോലെ തന്നെ വേണം എന്നുള്ള, അല്ലെങ്കിൽ ഞങ്ങൾ പഠിച്ചതുപോലെ തന്നെ വേണമെന്ന് പറഞ്ഞ് മാറ്റങ്ങൾ ഒരിക്കലും തടയാൻ നമുക്ക് സാധിക്കില്ല. അതിനനുസരിച്ച് മാറാൻ പഠിക്കുന്നവരാണ് ജീവിതത്തിൽ വിജയിക്കുന്നത്. ഇപ്പോൾ രണ്ട് അധ്യാപകരെ കൂട്ടം പറഞ്ഞാൽ, ഇപ്പൊ നമ്മൾ വർക്ക്ഷോപ്പിൽ പറഞ്ഞ പോലെ അധ്യാപകർ, അവര് കുറച്ച് പഴയ അധ്യാപകരെ നമുക്ക് എടുക്കാം. അവർ പഠിച്ചു വന്ന രീതി തന്നെ, ഇത് തന്നെ ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികൾക്കും ഞാൻ പറഞ്ഞു കൊടുക്കുകയുള്ളൂ എന്ന് ഒരു അധ്യാപകൻ തീരുമാനിച്ചാൽ എന്തായിരിക്കും, ഇന്നത്തെ കുട്ടികളെ മുന്നിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുമോ? ഇല്ല, ഒരിക്കലും അവർക്ക് കഴിയില്ല. ഇന്നത്തെ മക്കൾക്ക് അവരോട് എങ്ങനെ സംസാരിക്കണം, അവരെ ഏതൊക്കെ ഫീൽഡിൽ കൂടി, അവരെ ഏതൊക്കെ ടെക്നോളജിയിൽ അറിയാം, അതൊക്കെ നമുക്കും അറിയാം. അതിനിപ്പോൾ അധ്യാപകനാണെങ്കിലും പേരൻസ് ആണെങ്കിലും ഒക്കെ അങ്ങനെയാണ് അല്ലേ. മക്കൾ എന്തെങ്കിലും പറയുമ്പോൾ അതെനിക്ക് അറിയില്ല, ഇതൊന്നും എനിക്കറിയില്ല, നീ തന്നെ ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ അവരോട് പറയുമ്പോൾ എന്താണ് അവർ പറയുക, നിങ്ങൾ പഴയ ആളാണ്, എനിക്കൊന്നും അറിയില്ല അല്ലേ. അല്ലെങ്കിൽ അപ്പൊ നമ്മൾ എന്താ ചെയ്യണ്ടേ, അവരോടൊപ്പം എത്തിയില്ല എങ്കിലും, മക്കളോടൊപ്പം എത്തിയില്ല എങ്കിലും എത്താൻ നമ്മൾ ശ്രമിക്കുക. നമ്മളും അപ്ഡേറ്റഡ് ആവുക. ഇതൊന്നും എൻ്റെ കാലത്തില്ല, ഇതൊന്നും ഞാൻ പഠിച്ചിട്ടില്ല എന്നും പറഞ്ഞിരിക്കാതെ നമ്മളും പുതിയ ടെക്നോളജി പഠിക്കുക. നമ്മൾ ഒഴുക്കിനനുസരിച്ച് നീന്തുക എന്ന് പറയുന്നൊരു ചൊല്ലുണ്ടല്ലോ. അപ്പൊ നമ്മളും തീർച്ചയായിട്ട് എന്താണോ ഏതാണോ ഒഴുക്ക് അതിനനുസരിച്ച്, അതുപോലെ മറ്റൊരു ചൊല്ലാണ്, എവിടെ ചെന്ന ചേരയിൽ നാട്ടിൽ ചെന്ന് അതിനെ നടുക്കണ്ടം തിന്നുക എന്നൊക്കെ. അതൊക്കെ പഴയ പഴഞ്ചൊല്ലാണെങ്കിലും ഇതൊക്കെ ഈ എന്താണ് AQവിനെ സംബന്ധിച്ച് തന്നെ പറഞ്ഞതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്നത്തെ കാലത്ത് പറയാം അല്ലെ.
അപ്പോൾ എന്താണ് മാറ്റത്തിനനുസരിച്ച് നമ്മൾ മാറുക. അതിന് കുറേ ബുദ്ധിമുട്ടുകളും റിസ്കുകളൊക്കെ നമ്മൾ സഹിക്കേണ്ടി വരും. അത് സഹിച്ച് മുന്നേറണം, വിജയിക്കണം എന്നുള്ളൊരു തീരുമാനമെടുത്ത് അതിനനുസരിച്ച് മാറുക. നമ്മൾ കണ്ടിട്ടില്ലേ ഈ പിന്നെ മുള കണ്ടിട്ടില്ലേ? ഈ മുള അവർ കൂട്ടമായിട്ടാണ് ഉണ്ടാകുക. പക്ഷെ അത് എവിടെയും നമ്മൾ അടി പതറി അല്ലെങ്കിൽ അടിയോടെ വീണ് കിടക്കുന്നത് നമ്മൾ എവിടെയും കണ്ടിട്ടുണ്ടാവില്ല. അപ്പൊ അതെന്താണ്, ഈ കാറ്റത്തൊന്നും മുള അടിപൊഴുകി വീണെന്ന് പറയുന്നത് നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടുണ്ടാവില്ല. എന്നാൽ അതിനു വേണ്ടി വലിയ വലിയ മരങ്ങൾ ചിലപ്പോൾ കാറ്റ് ഒക്കെ അടിക്കുമ്പോൾ, വലിയ കൊടുങ്കാറ്റൊക്കെ അടിക്കുമ്പോൾ മറിഞ്ഞ് വീഴാറുണ്ട്. അപ്പൊ ഈ മുള എന്താണ് വീഴാത്തത് എന്ന് വെച്ചാൽ, ഈ കാറ്റിനനുസരിച്ച് മുളക്ക് എങ്ങോട്ടും മാറാൻ കഴിയും. കാറ്റിനനുസരിച്ച് ഗതി മാറാൻ സാധിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ അതുപോലെ ഒരിക്കലും നമ്മൾ അടി പതറി വീഴാതെ കാറ്റിനനുസരിച്ച്, ഓളത്തിനനുസരിച്ച്, കാലത്തിനനുസരിച്ച് നമ്മൾ നിൽക്കാൻ നമ്മൾ പഠിക്കുക എന്നതാണ് ഇന്നത്തെ നമ്മുടെ ഈ ഒരു ടോപ്പിക്കിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ എല്ലാവർക്കും ജീവിതത്തിൽ വിജയം വരിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഇതുവരെ എന്നെ കേട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് താങ്ക് യു. താങ്ക് യു സജ്ജന മാം. നല്ലൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ടോപ്പിക് ആയിരുന്നു. ഇക്യും ഐക്യു ഒക്കെ എപ്പോഴും കേൾക്കാറുണ്ടായിരുന്നു. എക്യു ഒക്കെ എന്തായാലും ഒരു പുതിയ സാധനമാണ്. എന്തായാലും നല്ല ക്ലാസ് ആയിരുന്നു കേട്ടാ. നമ്മള് കാലത്തിനനുസരിച്ച് നമ്മൾ മാറിയില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തായാലും ഫീൽഡ് ഔട്ട് ആവുന്നുള്ള കാര്യം ഉറപ്പാണ്. ഇപ്പോഴത്തെ കാലത്തൊക്കെ പ്രത്യേകിച്ചും അല്ലേ, ഒരു പെട്ടെന്ന് ഇങ്ങനെ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതെ അതെ, എന്തായാലും നല്ലൊരു ടോപ്പിക്കാണ്, നല്ലൊരു ഇൻഫോർമേറ്റീവ് ആയിരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു സജന. നല്ല സെഷൻ ആയിരുന്നു. എനിക്ക് തോന്നുന്ന എക്യു എന്താന്ന് ലൈവായിട്ട് കാണിച്ചു തന്നു. കാരണം ക്ലാസ് തുടങ്ങിയപ്പം മോളില്ലായിരുന്നു അടുത്ത്, പിന്നെ വന്നപ്പം അത് മാനേജ് ചെയ്തു. അടുത്ത് പ്രശ്നമൊക്കെ ഉണ്ടായെങ്കിലും സാഹചര്യത്തിനനുസരിച്ച് മാറാനും അതിന്റെ പിടിച്ചു നിൽക്കാനും അറിയണം എന്ന് മനസ്സിലാക്കി തന്നു. ഈ നോക്കിയയുടെ കാര്യം പറയുമ്പോൾ, ഈ നോക്കിയ സിംബിയൻ എന്ന് പറയുന്ന ഒരു OS ആണ് യൂസ് ചെയ്തിരുന്നത്. അവർ ആ സമയത്ത് ആൻഡ്രോയിഡൊക്കെ ഇറങ്ങിയെങ്കിലും സിംബിയനിൽ നിന്ന് മാറാൻ വേണ്ടിയിട്ട് ഒരിക്കലും റെഡി ആയിരുന്നില്ല. അങ്ങനെയാണ് നോക്കിയ ഫീൽഡ് ഔട്ട് ആവുന്നത്. പക്ഷെ അതിനുശേഷം വന്ന സാംസങ് ആണെങ്കിലും ആപ്പിൾ ആണെങ്കിലും ഇപ്പോഴും മാർക്കറ്റിൽ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ കൊഡാക്ക് ആയിരുന്നു ഈ നമ്മുടെ ഈ ഡിജിറ്റൽ ക്യാമറ ഒക്കെ വരുന്നതിന് മുമ്പ്. കൊഡാക്ക് വലിയ കമ്പനി ആയിരുന്നു. അവര് ഫിലിംസ് ഉണ്ടാക്കുന്ന കമ്പനി ആയിരുന്നു. പക്ഷെ അവർ വിചാരിച്ചു എല്ലാ കാലത്തും അത്തരം ക്യാമറകൾ നിലനിൽക്കുന്നു. പക്ഷെ അതേ സമയത്ത് തന്നെ ഉണ്ടായിരുന്ന ഫ്യൂജി ഫിലിം എന്നൊക്കെ പറയുന്ന ബ്രാൻഡ് ഇപ്പോഴും വേറെ കുറേ മേഖലയിലേക്ക് തിരിഞ്ഞ് മാർക്കറ്റിൽ ഇപ്പോഴും അവർ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം നമ്മളെ സംബന്ധിച്ചാണെങ്കിലും ട്രെയിനേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ എന്ത് പഠിക്കുന്നവരൊക്കെ ആണെങ്കിലും ഇപ്പം ഈ പുതിയ ChatGPT ആണെങ്കിലും അത്തരം AI ടൂളുകളൊക്കെ പഠിക്കുക, പുതിയ രീതികളൊക്കെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. എന്നാലേ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ ഏതൊരു മേഖലയിലാണെങ്കിലും. അത് നന്നായിട്ട് മനസ്സിലാക്കി തന്നു. താങ്ക് യു. അതെ അതെ, നമ്മൾ ഈ നോക്കിയൊക്കെ ഇറങ്ങുന്ന സമയത്ത് അന്ന് നമ്മൾ ആപ്പിൾ എന്നുള്ളൊരു പേര് തന്നെ അങ്ങനെ കേട്ടിട്ടില്ല അല്ലെ. ഈ ആപ്പിൾ കമ്പനി ശ്രദ്ധിച്ചിട്ടില്ലേ, ഒരു വർഷത്തെ ഒരു ഇതാണ് അവർ കൊടുക്കുന്നത്. ഒരു വർഷം കഴിഞ്ഞപ്പോൾ നമുക്ക് ആപ്പിൾ 16 പുതിയത് വേണമെന്ന് പറഞ്ഞ് ചിലപ്പോൾ നമ്മൾ ഷോപ്പിൽ ചെന്ന് നമുക്ക് കിട്ടിക്കോണമെന്നില്ല. ആപ്പിൾ 17 ഇറങ്ങാനാവുമ്പോൾ അവര് ആപ്പിൾ 16 നിർത്തുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ എന്താണ്, അവരൊരു വർഷത്തെ പിന്നത്തെ വർഷത്തിന് അടുത്ത ഫീച്ചേഴ്സ് ഒക്കെ ചെറിയ ചെറിയ മാറ്റങ്ങളെ വരുത്തുന്നുള്ളൂ. പക്ഷെ അന്നത്തെ ആ ഒരു ജനറേഷന് വേണ്ടത് എന്താണോ അത് ഉൾക്കൊള്ളിച്ചിട്ടാണ് അവര് പുതിയത് ഇറക്കുന്നത്. അങ്ങനെയാണ് അവര് പിടിച്ചു നിൽക്കുന്നത്. അങ്ങനെ എന്തും നോക്കിയാല് അല്ലെ, ഇപ്പൊ കൊഡാക്കിൻ്റെത് പറഞ്ഞാല് അന്ന് ഫിലിം റോള് അങ്ങനെയൊക്കെ ആയിരുന്നു. അവര് മാറിയില്ല. ഇപ്പൊ എവിടെയെങ്കിലും നമ്മൾ ഫിലിം റോളൊക്കെ ഉപയോഗിക്കുന്നുണ്ടോ? മാറ്റങ്ങൾ എന്ത് തന്നെ. ഇപ്പൊ നമ്മൾ പേരൻസിന്റെ പറഞ്ഞില്ലേ, പേരൻസിനാണെങ്കിലും അങ്ങനെ തന്നെയല്ലേ. നമ്മള് ഇതൊന്നും ഞാൻ പഠിച്ചിട്ടില്ല, ഇതൊന്നും എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മാറി നിന്നാൽ എന്താ, നമ്മളെ മക്കള് പിന്നെ നമ്മളോട് എന്തെങ്കിലും കാര്യം പുതിയതായിട്ട് വന്ന് ചോദിക്കുവോ? നമുക്ക് അറിയില്ലെങ്കിലും അവരെ മുന്നിൽ നമ്മൾ അറിയും എന്നുള്ള ഒരു രീതിയിലെങ്കിലും നമ്മൾ പെരുമാറണം എന്നല്ലേ. ഓക്കെ, താങ്ക് യു റോ.
താങ്ക് യു മാം. നമ്മള് പരിശ്രമിച്ചാൽ എന്തിനും സാധിക്കാം എന്ന് പറഞ്ഞാൽ നമുക്ക് കഴിയില്ല എന്ന് വിചാരിച്ചിരുന്നാൽ നമ്മളത് പുറകോട്ട് പോവുകയുള്ളൂ. കാരണം പറഞ്ഞാൽ ഇപ്പൊ മൊബൈൽ ഫോൺ ഇറങ്ങിയപ്പോ തന്നെ ചെറിയ ഫോണായിരുന്നപ്പോ അത് ഉപയോഗിച്ച് പഠിച്ചു. അത് കഴിഞ്ഞ് വലിയ ഫോൺ വന്നപ്പോൾ, സ്മാർട്ട് ഫോൺ വന്നപ്പോൾ പറഞ്ഞു അയ്യോ അത് എനിക്ക് വേണ്ട, ഞാൻ ഇത് തന്നെ ഉപയോഗിക്കുന്നുള്ളൂ, അത് പഠിക്കാൻ ഭയങ്കര പാടാ, അതെന്താ എങ്ങനെ പഠിച്ചെടുക്കണമെന്ന് ചോദിച്ചു. പക്ഷേ അത് 2 മാസം കൊണ്ട് 2 മാസം ശരിക്കും വേണ്ടി വന്നു നന്നായിട്ട് അതിന്റെ എല്ലാം അറിഞ്ഞെടുക്കാനായിട്ട്. നമ്മൾ ശ്രമിച്ച കാരണം നമുക്കത് പഠിക്കാൻ പറ്റി. അതുപോലെ നമ്മൾ പരിശ്രമിച്ചാൽ എന്തും സാധിക്കും. പരിശ്രമം ചെയ്യാനുള്ള ഒരു മനസ്സാണ് നമുക്ക് വേണ്ടത്. ശരി അതെ. മാഡം, നല്ല ക്ലാസ് ആയിരുന്നു കേട്ടോ. താങ്ക് യു. ഇനി ആർക്കും പറയാനില്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാലോ മാം. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഫീഡ്ബാക്ക് ഗ്രൂപ്പിൽ അറിയിക്കുക. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഓൾ. താങ്ക് യു.